നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്പിളി എന്തൊന്നും മിണ്ടാത്തത്? രഘുവിനോടുള്ള ദേഷ്യം മുഴുവൻ ഹോസ്പിറ്റലിൽ ജന തീർത്ത് കാണുമല്ലോ. ദാസ്, രഘുവിനോടല്ലല്ലോ ഓള് ദേഷ്യം തീർത്തത്, എന്നോടല്ലേ? രഘു ചെയ്ത എല്ലാ തെറ്റിനും ഞാനും കൂടി കൂട്ടുനിന്നാ അമ്പിളി ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എൻ്റെ മോളെ. ആദിയുടെ ഭാര്യയും കുഞ്ഞവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാനാണ് അണ്ണനോട് പറഞ്ഞത്. അണ്ണൻ രഘുവിനെ കൂട്ടി അവിടെ പോയത് ആ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് കുറച്ച് കാശ് കൊടുത്ത്. ഇനി ഒരു സഹായത്തിനും രഘുവിനെ വിളിക്കരുതെന്ന് അവരോട് പറയാൻ വേണ്ടിയാണ്. ഇനി ഒരിക്കലും വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന് രഘു മാമിയും അണ്ണന് വാക്കു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോളെ. പോരെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്കിളെ. അപ്പോഴത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും അച്ഛനോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതിന് ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കാം. അച്ഛന്റെ ഭാഗത്ത് ഈ കാര്യത്തില് 1% പോലും തെറ്റില്ലെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ രഘുവേട്ടന് കൂട്ടുനിന്നത് അങ്കിളാണെന്ന് അങ്കിൾ ഇതുവരെ എന്നെ ഉപദേശിച്ചതിൽ നിന്നും സമാധാനിപ്പിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായി. എന്തിന്റെ പേരിലായാലും അങ്കിൾ ഇത് ഇത്രയും ദൂരം കൊണ്ടുപോവേണ്ടതില്ലായിരുന്നു. അങ്കിളിനോടുണ്ടായിരുന്ന മതിപ്പ് അങ്കിൾ തന്നെയായിട്ട് ഇല്ലാതാക്കി. ഇപ്പോ നീ എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ ഞാൻ ഒരു വിധത്തിൽ ബാധ്യസ്ഥനാണ്. പക്ഷേ നീ ഒന്ന് മനസ്സിലായി, നിന്നെ രഘുവിനെയും നല്ലൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം കൂടിയത്. അല്ലാതെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. പിന്നെ ചില സാഹചര്യങ്ങളുടെ പുറത്ത് രഘുവിന് ആദിയുടെ കുടുംബത്തെ സഹായിക്കേണ്ടി വന്നപ്പോഴും ഞാൻ അവൻ്റെ കൂടെ നിന്നത് അവൻ നശിച്ചു പോട്ടെ എന്ന് കരുതിയിട്ടല്ലോ. രഘു കയ്യിലുള്ളത് കൊടുത്ത് സഹായിച്ചാലും രഘു മനസ്സ് കൊടുത്ത് വേറെ ആരെയും സംരക്ഷിക്കാതിരിക്കാനാ. എന്തായാലും ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാം. ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ രഘു നിന്നെ മറന്നുകൊണ്ട് ഒന്നുമേ ചെയ്തിട്ടില്ല. അവന്റെ പ്രവൃത്തികൾക്കെല്ലാം ഞാൻ കൂട്ടുനിന്നുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇനി ഞാൻ ഒന്നിനുമില്ല. അതുകൊണ്ട് ഇനി മുതൽ രഘു നിന്റെ കൂടെ ഉണ്ടാവും. നീ വേണം അവനെ മുന്നോട്ട് നയിക്കാൻ. അതെ മോളെ, ദാസ് പറഞ്ഞതുപോലെ നിന്നെ രഘു ചതിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കും ഉറപ്പുള്ളതുകൊണ്ടാ അവനോട് ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അതുപോലെ രഘുവിനോട് ക്ഷമിക്കാനും അവനെ വിശ്വസിക്കാനും നിനക്കും സാധിക്കണം മോളെ. ഇത് നിന്റെ കൂടി ജീവിതമാണ്. നല്ലൊരു കുടുംബജീവിതത്തിന്റെ ആണിക്കല്ല് ക്ഷമയും വിശ്വാസവുമാണ്. അതിളകിയാൽ എല്ലാം തകരും മോളെ. അമ്പിളി, ജീവിതം ഒന്നേ ഉള്ളൂ. അത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച് തീർക്കണ്ടേ മോളെ? നീ എന്തെങ്കിലും ഒന്ന് പറയും മോളെ. അച്ഛനും അങ്കളും നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യുവോ? അവര് നിനക്ക് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. ഞാനെല്ലാം കേൾക്കുന്നുണ്ടല്ലോ ഭാനുമേ, അതുപോലെ. പോരെ ചേച്ചി, അച്ഛനും അങ്കളും പറയുന്നത് ചേച്ചി അംഗീകരിക്കണം. ചേച്ചി ഒന്നും മിണ്ടാത്തോണ്ടാ രഘുവേട്ടൻ കുറച്ചു മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയ കുടുംബത്തിൽ എങ്ങനെ സമാധാനവും സന്തോഷവും ഉണ്ടാവും? അച്ഛാ,
ഞാൻ കാരണം ഈ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഒന്നും നഷ്ടപ്പെടില്ല അച്ഛ. അച്ഛനും അങ്കിളും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് പഴയതുപോലെ